മുംബൈയിൽ മോണോ റെയിൽ സർവീസ് താത്കാലികമായി നിർത്തുന്നു. സാങ്കേതിക തകരാർ കാരണം 2 മാസത്തേക്കാണ് സർവീസ് നിർത്തുക. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി. ശ്രീനാഥ്, ഇത് 2 മാസത്തേക്കെന്ന് പറയുമ്പോൾ പോലും അവിടുത്തെ യാത്രക്കാരെയൊക്കെ അത് ബാധിക്കില്ലേ? എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ? അനുജ, കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി മോണോ റെയിൽ സർവീസ് ഇടയ്ക്കിടെ തടസ്സപ്പെടുന്ന അവസ്ഥയുണ്ട്. മഴയൊന്ന് ശക്തമായാൽ മോണോ റെയിൽ തടസ്സപ്പെടും എന്നതായിരുന്നു അവസ്ഥ. ഇന്നലെയും കഴിഞ്ഞ ദിവസവും ഈ സമാനമായൊരു സംഭവം ഉണ്ടായി. ഏതാണ്ട് 45 മിനിറ്റോളം മോണോ റെയിൽ ആകാശപാതയിൽ കുടുങ്ങുകയും മോണോ റെയിലേക്ക് കുടുങ്ങുകയും പിന്നീട് യാത്രക്കാരെ സാഹസികമായി പുറത്തേക്ക് ഇറക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായി. അടിക്കടി ഉണ്ടാവുന്ന ഈ സാഹചര്യം മാറാൻ വേണ്ടിയാണ്, അത് മാറ്റാൻ വേണ്ടിയാണ്, സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ 2 മാസക്കാലത്തേക്ക് മോണോ സർവീസ് നിർത്തുന്നത്. ശനിയാഴ്ച മുതൽ മോണോ റെയിൽ സർവീസ് ഉണ്ടാകില്ല. രാജ്യത്ത് തന്നെ ഏക മോണോ റെയിൽ സർവീസാണ് മുംബൈയിലേത്. ഏതാണ്ട് 16,000 പേരെങ്കിലും ദിവസവും സർവീസ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. 20 കിലോമീറ്റർ ദൂരമാണ് അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ വലിയ നഷ്ടത്തിലാണ് ഓരോ വർഷവും സർവീസ് മുന്നോട്ട് പോകുന്നത്. 550 കോടി രൂപയുടെയെങ്കിലും നഷ്ടം മോണോ റെയിൽ സർവീസിനുണ്ട്. ഇങ്ങനെ സാങ്കേതിക തകരാർ ഉണ്ടാകുമ്പോൾ യാത്രക്കാരുടെ എണ്ണം ഇനിയും കുറയാനുള്ള സാധ്യതയാണ് ഉള്ളത് എന്നുള്ളത് കൂടി പരിഗണിച്ചാണ് ഇപ്പോൾ അത്തരം സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് 2 മാസക്കാലത്തോളം, അതായത് പൂർണ്ണമായ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയാണ് ഇത്ര അധികം സമയമെടുക്കുന്നത് എന്നതാണ് MMRDA പറയുന്നത്. അനുജ, മുംബൈയിൽ മോണോ റെയിൽ സർവീസ് 2 മാസത്തേക്ക് നിർത്തിവെക്കുകയാണ്. സാങ്കേതിക തകരാർ അത് പൂർണ്ണമായും പരിഹരിക്കപ്പെടും വരെ സർവീസ് ഉണ്ടാകില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇടയ്ക്കിടെ സർവീസ് തകരാറിലായിരുന്നു. അതുകൊണ്ട് തന്നെ അത് യാത്രയെ ബാധിച്ചിരുന്നു. ഇപ്പോൾ പൂർണ്ണമായും അത് പരിഹരിക്കപ്പെടുക എന്നതിലേക്കാണ് അധികൃതർ എത്തുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.